അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ജുമാ മുബാറക്. സമയം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞു. ബാങ്ക് കൊടുത്തു. ഞാനങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ പോകാമെന്ന് വിചാരിച്ചു, ഏറ്റവും ടോപ്പിൽ അവിടുത്തെ ഒരു വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് 84-ാമത്തെ ഗേറ്റാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ കൂടി നേരെ പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകാം. ഇനി ഇവിടുന്ന് ഞാൻ മുകളിലോട്ട് കയറുന്ന കാഴ്ചകളൊക്കെ ഇതിന്ന് ലെഫ്റ്റ് ഉണ്ടോ, അവിടെ ഇങ്ങനെ 81, 82, 83 അതിലെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആനൊക്കെ കിട്ടും കേട്ടോ. അവിടെ അതിങ്ങനെ ഇഖാമത്തിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ബാങ്കൊക്കെ കൊടുത്തു. നേരെ കയറി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകളാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരം അങ്ങോട്ടല്ല, ഞാനിവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ടിയിട്ട് ഇങ്ങനെ എസ്കലേറ്റർ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണും കേട്ടോ. ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق അങ്ങനെ ഞാൻ ഒറ്റ ടോപ്പിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഹറമിൻ്റെ ഒറ്റ മുകൾ ഭാഗത്താണ്. അന്നേരം ഇവിടെയൊക്കെ സെഫുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ ബാബുൽ ഫാദിൻ്റെ മുകളിലുള്ള കുബ്ബയൊക്കെ കാണാം. അന്നേരം ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇഖാമത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ജുമയുടെ പ്രഭാതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി കാണാനുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇഷ്ടംപോലെ വുളുവൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുബ്ബയുടെ അടുത്തൊക്കെ. ഏതായാലും നിങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സന്ദർശിക്കുക. കാരണം ഇവിടെ ഉംറക്കൊക്കെ വരുന്നവർ നമുക്ക് കാണാറുണ്ട്, താഴത്ത് മാത്രം ഇങ്ങനെ വന്ന് പിന്നെ കഅബയിൽ ഇറങ്ങി തവാഫ് ചെയ്ത് അവരെ ഒരു സ്ഥലത്ത് കാണിച്ചു കൊടുക്കുക, അവിടെ മാത്രം വന്ന് പോകുന്നവർ. അങ്ങനെ പള്ളിയെല്ലാം ഒന്ന് ചുറ്റിയിട്ട് കാണുക കേട്ടോ. നിസ്കാരത്തിന് തുടങ്ങാൻ കുറച്ച് സമയമുള്ളൂ. അന്നേരം ഞാനിങ്ങനെ പകർത്തിയതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇഖാമത്തൊക്കെ നമുക്ക് കേൾക്കാം. എന്നാലും നിങ്ങളൊക്കെ ഇവിടെ വരാനും അള്ളാഹുവിൻ്റെ ഈ ഭവനം കാണാനും നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സമയം ഏകദേശം 5:10 ആവാൻ പോകുന്നു കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ഇഖാമത്ത് കൊടുക്കാറായി ഇൻഷാ അല്ലാഹ്. അതിന് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ ഇടയിൽ ഇഖാമത്ത് കൊടുക്കുന്നതൊക്കെയാണ് ഇതിൽ പകർത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ ഈ വെള്ളിയാഴ്ച ജുമയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ. പടച്ചവൻ്റെ കാരുണ്യവും നിങ്ങളിൽ ഉണ്ടാവട്ടെ. ആമീൻ. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ജുമ 4-ാം തീയതി ഏപ്രിൽ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു. വലിയ റായത്തായി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് തിരക്ക് കൂടും. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ മക്കയിലേക്ക് ഹാജിമാർക്കല്ലാതെ മറ്റുള്ള ഉംറക്കാർക്കോ അല്ല മറ്റുള്ളവർക്കൊന്നും എൻട്രി ഉണ്ടാവില്ല. അതിന് മുന്നേ കുറേ ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിൽ വന്നിട്ട് ഉംറ ചെയ്യാനും അതുപോലെ ഇവിടെ താമസിക്കാനൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും.
ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളുണ്ടോ, ഈ കുബ്ബയുടെ അടുത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിൽ കൂടിയാണ് എൻട്രി കേട്ടോ തവാഫ് ചെയ്യാൻ പോകാൻ. പക്ഷേ അവിടെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്, അവിടെ എന്തോ വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ആരും അങ്ങോട്ട് വിടുന്നില്ല. അതിൽ ഞാനും കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ താഴത്തൊക്കെ തിരക്കായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. കാരണം ഇവിടെ ഒരു വെളിച്ചമൊക്കെ വന്നിട്ട് താഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് പകർത്താമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ഇവിടെയൊക്കെ ഫുള്ളാണ് കേട്ടോ. സമയം ഏകദേശം 5:25 ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും ടോപ്പിലാണ് ഹറമിൻ്റെ. അന്നേരം ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ക്ലോക്ക് ടവറൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതായത് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇനി കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അന്നേരം താഴെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്തണ്ടേ. നമ്മൾ 84 ഗേറ്റിലൂട്ടിയാണ് വന്നത്. ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ 93 അങ്ങനെ 91 ആ ഗേറ്റിൽ കൂടിയാണ് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് തവാഫ് ചെയ്യാൻ പോകാനാവാതെ ഇവിടെ തിരിച്ചിട്ട് അവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ഇവിടെയുള്ള കുബ്ബയുടെ അടുത്തിരിക്കുന്നവരുടെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തുകയാണ്. ജുമയ്ക്ക് കുറേ ആൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റേ ആയിട്ടുണ്ടാവും. കാരണം ഉംറയ്ക്ക് വന്നിട്ട് രാത്രിയൊക്കെ ഉംറയ്ക്ക് വന്നിട്ട് അവർ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് ജുമ കഴിഞ്ഞതിന് പുറത്തിറങ്ങും. അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ പുതിയ പള്ളിയോട് ചേരുന്ന സ്ഥലമാണ് കേട്ടോ. പുതിയ പള്ളിയാണ് അങ്ങ് കാണുന്നത്, അതിനോട് ചേരുന്ന സ്ഥലമാണ് ഇത്. ബാബുൽ ഉംറൻ്റെ ഗേറ്റാണ് കാണുന്നത്. ഇത് 79 നമ്പറിൻ്റെ ഈ ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഒറ്റ മിനാറും കണ്ടു അടുത്ത വശത്ത് കുബ്ബയുടെ നേരെ പുറകിൽ. അന്നേരം ഇവിടുത്തെ നേരെ നടന്നു കഴിഞ്ഞാൽ 79 കിങ് ഫഹദ് ഗേറ്റിലേക്കാണ് താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ 3 കുബ്ബ വരുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. അത് നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങും. താഴത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണണ്ടേ. താഴത്തിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉംറക്കൊക്കെ വന്നവരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരിപ്പോൾ ഇനി ഇവിടുന്ന് വിടവാങ്ങലും ഇതൊക്കെ ആയിട്ട് ഈ ഗ്യാപ്പിൽ ഉംറക്ക് വന്നവരൊക്കെ ഉണ്ടാവും. റമദാനിൽ ലാസ്റ്റ് വന്നവരൊക്കെ ഉണ്ടാവും തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതിൽ കൂടിയായിരുന്നു പോകേണ്ടത്. പക്ഷേ എല്ലാവരും തിരിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. സമയം 6:45. പിന്നെ ഇവിടുന്ന് ചെറുങ്ങനെ ഒരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹറമിൻ്റെ മുകളിൽ ഇങ്ങനെ കിഴക്ക് ഭാഗത്തൊക്കെ ഇങ്ങനെ സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തുന്നുണ്ട്. ഇതൊരു മലയാളിയാന്ന് തോന്നുന്നു, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ആ കണ്ടോ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ക്രെയിൻ വെച്ച ബിൽഡിങ്, അതാണ് ജവാഹറുൽ ബുർജ്. അതിലൊക്കെ അത് 1-ാം നമ്പർ 2-ാം നമ്പർ ബാത്റൂമിൻ്റെ ഇടയിലാണ് കേട്ടോ. അതിൻ്റെ പുറകുവശമായിട്ട് ആ റോഡ് നേരെ പോകുന്നത് അജിയാദ് മസാഫി, അതുപോലെ റിയ ബക്ഷ്, അൽഷോദ ഹോട്ടൽ, ബീർവാലി അങ്ങോട്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ അത് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب
ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനങ്ങനെ വന്ന വഴി അതാണ് കേട്ടോ. 84, 79 ആ ഭാഗത്തൂടെ വന്നത്. പക്ഷേ ഞാൻ തിരിച്ച് ഇതിൽ കൂടിയേ പോകുന്നു കേട്ടോ. 94ാമത്തെ ഗേറ്റിൽ അങ്ങനെ 91 ആ ഗേറ്റിൽ കൂടി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടി. അതിൻ്റെ ഇടയിലുള്ള ഓരോ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല അങ്ങനെ പ്രഭാതം ഇങ്ങനെ നല്ല ചുവപ്പോട് കൂടി ഇങ്ങനെ നീലയൊക്കെ മാറി ചുവപ്പിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഈ കിങ് ഫഹദിൻ്റെ ഈ ഗേറ്റിൽ കൂടി അങ്ങ് ഇറങ്ങിയിട്ട് കിങ് ഫഹദിൻ്റെ ഈ ഭാഗത്ത് കൂടി ഇറങ്ങിയിട്ട് നേരെ 1-ാം നമ്പർ ഗേറ്റിലേക്കാണ് പാസ് ചെയ്ത് പോകട്ടോ. അവിടെയൊക്കെ കണ്ടോ സംസമൊക്കെ ഉണ്ട് കേട്ടോ, കുടിക്കാൻ സംസം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. കിങ് ഫഹദ് എസ്കലേറ്ററാണ് കേട്ടോ. അന്നേരം ഇവിടെ 92 നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 92 റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ എസ്കലേറ്റർ എങ്ങനെയാണെന്നുള്ളത്. 2 ഭാഗത്തേക്ക് എസ്കലേറ്റർ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിങ് ഫഹദിലേക്കും അതുപോലെ ഇവിടെ 1-ാം നമ്പർ അബ്ദുൽ അസീസ് ഗേറ്റ് 92ാമത്തെ ആ ഗേറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ ഫഹദ് എസ്കലേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി പാടുന്ന ഒരു ഓപ്പൺ ബേസ് ആണ് കേട്ടോ. അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് ടവറും ആകാശമൊക്കെ ഇങ്ങനെ കാണാം. സമയം 6:45 കഴിഞ്ഞു. ഞാൻ താഴത്തേക്ക് ഇങ്ങനെ എസ്കലേറ്ററിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇവിടെ നമുക്ക് അറമിലേക്ക് കയറുന്നതും പോകുന്നതൊക്കെ ആയിട്ടുള്ള എസ്കലേറ്റർ കുറേ നല്ല കാഴ്ചയാണ് കേട്ടോ അത് കാണാൻ. ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കയറുന്ന കണ്ടോ, ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഹദിലേക്ക് പോവാം, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ 2 ഭാഗത്തോട്ട് എസ്കലേറ്റർ ഇങ്ങനെ പാസ് ചെയ്ത് കണ്ടോ. ഇതിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ 92ാം നമ്പറിലേക്ക് പോവാം. ഇവിടെ അടുത്താണ് 1-ാം നമ്പർ ഗേറ്റ്. എന്നാൽ അവിടെ നിന്ന് താഴത്തേക്കുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. എന്നാൽ ആൾക്കാർ അങ്ങനെ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഹജ്ജിനും റമദാനിനൊക്കെ ഈ എസ്കലേറ്ററുകൾക്ക് വളരെ പ്രയാസമാണ് കേട്ടോ. ഇതിൽ ഫുള്ള് ജാമായിരിക്കും ആൾക്കാർ. അതും വഹിച്ചിട്ട് അതിങ്ങനെ ഹെവി വെയിറ്റും കൊണ്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവും. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പാക്കും കേട്ടോ. കാരണം വെള്ളം നനയുന്നതൊക്കെ കൊണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കേരളക്കാരാണെന്ന് തോന്നുന്നു. താഴത്തിങ്ങനെ ചുവപ്പ് കേട്ടോ തട്ടൊക്കെ ഇട്ടിട്ട്. അന്നേരം അവരൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഏതായാലും ഞാൻ താഴത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് കേട്ടോ. അന്നേരം ഇവരൊക്കെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ഇവരൊക്കെ റമദാനിൽ വന്നവരായിരിക്കണം. ലാസ്റ്റ് ഭാഗത്ത് മദീനയിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് അറിയില്ല. ഏതായാലും ഞാനും അവരൊന്നിച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവരെ തട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതൊരു പേര് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. അത് നമ്മളിങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ കാണുമായിരിക്കും. കുറേ ആൾക്കാരുണ്ട്, കുറേ ഹാജിമാർ, ഉസ്താദ് ഇങ്ങനെ അമീർ ഒന്നിച്ചിട്ടുണ്ട്. അവരൊന്നിച്ചിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അന്നേരം ഇവിടുത്തെ ഉംറയ്ക്ക് വന്നുള്ള അവസ്ഥ ഇത് തന്നെയാണ്. അത് നമുക്കിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ രഹീലാന്ന് കേട്ടോ പേര്. കോഴിക്കോട് നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു, കോഴിക്കോട് നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇങ്ങനെ 92ാമത്തെ ഗേറ്റ് 94 കേട്ടോ, ഈ ഗേറ്റിൻ്റെ ഈ ഭാഗത്തേക്കാണ് ഇറങ്ങിയത്. അങ്ങനെ എസ്കലേറ്ററിൽ ഇറങ്ങി താഴത്ത് ഇവിടെ 1-ാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. 6:50 ഇവിടെ ഇറങ്ങിയ ഗേറ്റാണിത്. 92, 93 ഗേറ്റ് കേട്ടോ. 93 പള്ളീൻ്റെ നേരെ താഴത്തെ ആളുന്ന പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇത് എസ്കലേറ്ററിൻ്റെ 92 ആണ് കേട്ടോ. അന്നേരം ഇവിടെ നമ്മളൊന്നിച്ചിറങ്ങിയ മലയാളി ഹാജിമാരൊക്കെ ഉംറയ്ക്ക് വന്നവരൊക്കെ ഉണ്ട്. അന്നേരം സമയം ഏകദേശം 6 മണിയോടെ എടുക്കാറായി. 5:50 കേട്ടോ. അന്നേരം പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതം സുന്ദരമാക്കി തരട്ടെ. നിങ്ങളുടെ വീടുകളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു തരട്ടെ. ഇവിടെയൊക്കെ സംസത്തിന് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ട്. ഈ ഉസ്താദ് ഇവിടെ ക്ലാസ്സിലെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ ഇന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ രാത്രി ഇവിടെ എത്തി അങ്ങനെയാണ് ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അവർ ഇവിടുന്ന് വന്നതെന്ന് അറിയുന്നില്ല, ഒന്നും ചോദിച്ചില്ല. ഏതായാലും സൂര്യൻ്റെ നല്ല ഒരു ഉദയം പരിശുദ്ധമായ അറമിലി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമുക്ക് കാണാം. എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. റബ്ബിൻ്റെ മഹനീയമായ ഭവനത്തിൽ നമുക്ക് കാബാലയം കാണണ്ട. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് ദുആ ചെയ്യണം. നിങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എഴുതി അറിയിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അതിനൊക്കെ അള്ളാഹു നിങ്ങളെന്താണ് ഉദ്ദേശിച്ചത് അത് അള്ളാഹു സഫലീകരിച്ച് തരട്ടെ. കണ്ടോ മിസ്ഫല ഭാഗത്തൊക്കെ അങ്ങ് ഇബ്രാഹിം ഖലീൽ റോഡിലൊക്കെ ഇങ്ങനെ നീലാകാശത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കറുപ്പൊക്കെ മാഞ്ഞു നല്ല നീലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ചുവപ്പിലേക്ക് വരുന്നുണ്ട്. അന്നേരം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെ അവരുടെ താമസ സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാബാലയം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് കാണില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഗേറ്റിൻ്റെ നേരെ മുന്നിലേക്കാണ് കേട്ടോ. കണ്ടോ ഇതൊക്കെ നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കണം തീർച്ചയായിട്ടും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നവരല്ലേ, തീർച്ചയായിട്ടും എല്ലാം നമുക്ക് അറിയിച്ചു തരിക. അതുപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ദുആ ചെയ്യും തീർച്ചയായിട്ടും. ഇനി ഹജ്ജിൻ്റെ മാസങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അതുപോലെ കുറേ എന്തൊക്കെയോ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്.
പക്ഷെ അവരോട് ഞാൻ ചോദിച്ചിരുന്നല്ലോ എവിടുന്ന് വന്നതാണ് ഒന്നും ചോദിച്ചില്ല. അവരെ ഒരു പ്രത്യേക ഒരു വന്നപാടുള്ളൊരു ഹറമിൻ്റെ അടുത്ത് ഒരു കളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ അവർ പുതിയതാണെന്ന് തോന്നുന്നു. അള്ളാഹുവിൻ്റെ ഭവനം നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് കാണാം കേട്ടോ. ഇവിടുന്ന് വെള്ളിയാഴ്ച നല്ല എന്താ പറയാൻ വാക്കുകളില്ല, അതിസുന്ദരം അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ വെള്ളിയാഴ്ച നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പലരും പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞു, മക്കളുടെ രോഗം, അതുപോലെ സാമ്പത്തിക പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ മെസ്സേജ് ബോക്സിലൊക്കെ കാണാറുണ്ട്. ഓരോ ആൾക്കാരുടെയും കല്യാണം കഴിയാൻ വേണ്ടിയിട്ടും അതുപോലെ അങ്ങനെ കുറേ. ഏതായാലും അള്ളാഹുവിനോട് ഞാൻ അതൊക്കെ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അള്ളാഹു അകറ്റി റാഹത്തുള്ള ജീവിതം തരും. അതുപോലെ നമ്മൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ഇനി കുറച്ച് ദിവസം കൂടിയാണ് ഇവിടെ ഉംറക്കാരെയൊക്കെ കാണും. ഇനി ഉംറക്കാർക്കൊക്കെ ഇനി ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. ഹജ്ജിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇനി മക്കയുടെ ബോർഡറൊക്കെ അടക്കപ്പെടും. പിന്നെ ജിദ്ദയിൽ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇനി ഇവിടെ ഇറങ്ങുന്ന ഹാജിമാർ മാത്രമേ ഉണ്ടാവും, ഹജ്ജിന് വരുന്നവർ മാത്രമേ ഉണ്ടാവും. ഇതൊക്കെ ഇനി ഇവർ ഉംറക്കാരാണ്, ഇവരൊക്കെ ഇനി തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. ഏതായാലും നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അറിയിക്കണം. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വം കൊണ്ട്, ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കാബാലിൽ നോക്കിയിട്ട് നമുക്കും അതുപോലെ അവസരങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചതിന് അള്ളാഹു അത് സ്വീകരിക്കപ്പെടും. കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഏതായാലും അള്ളാഹു നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു അവസരങ്ങൾ എത്തിച്ചു തരട്ടെ. നല്ല ഒരു സൂര്യോദയമൊക്കെ കാണാം. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളിലും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നാട്ടിലുള്ളവരിലും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ. ഈ പ്രത്യേകമായിട്ടുള്ള ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതം നമ്മൾക്കൊക്കെ അള്ളാഹു നല്ല അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പ്രഭാതമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ചിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടിലുള്ളവർ കുറേ ആൾക്കാരുണ്ട്, പെട്ടെന്ന് അപകടത്തിലൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ. എന്നാൽ അവർക്കൊക്കെ അവരുടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ വെള്ളിയാഴ്ച ദുആ ചെയ്യുകയാണ്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു വെള്ളിയാഴ്ച നേർന്നുകൊണ്ട് പരിശുദ്ധമായ കണ്ടോ. ഇത് വേറെ 2 തട്ടം കാണുന്നുണ്ട്, 2 മലയാളികൾ. ഏതായാലും ഇങ്ങനെ ഇത് ഞാൻ വിചാരിച്ച് മലയാളികളാണ്, പക്ഷെ അല്ല, അത് ഇന്തോനേഷ്യകളാണെന്ന് തോന്നുന്നു. നമ്മളപ്പോൾ തട്ട അവർ ഇറക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൊത്തം കളറാവാൻ ചാൻസ് ഉണ്ട്. മക്ക എല്ലാവരും കളർ തട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ജുമാ മുബാറക്.